ഹോളോപീഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. വർക്കൊക്കെ കാരണം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം വരുമ്പോൾ നല്ല കിടിലനൊരു പ്ലേസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത്. ഇപ്പോൾ നമ്മുടെ സമ്മർ സീസൺ, വെക്കേഷൻ സീസണൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു കിടിലനൊരു റിസോർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഹോളോപീഡീസ് എന്ന് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ പാലക്കാട് മണ്ണാർക്കാടുള്ള ശിരുവാണി. നമ്മൾ മുന്നേ ശിരുവാണി ഇക്കോ ടൂറിസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ശിരുവാണി വരുമ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ കിടിലനൊരു റിസോർട്ടാണ് വൈൽഡ് വാടി. അപ്പോൾ ഈ വൈൽഡ് വാടി റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ നേരത്തെ കണ്ടത്. അപ്പോൾ ഇച്ചിരി ദൂരം ഇതുപോലുള്ളൊരു വഴിക്കൂടെയൊക്കെ നമുക്ക് പോകാനായിട്ടുണ്ട്. നമ്മുടെ ശിരുവാണി ചെക്ക് പോസ്റ്റ് എത്തുന്നതിനേക്കാളും തൊട്ട് മുന്നായിട്ടാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുക, ഒരു മലയുടെ മുകളിലാണ്. നിങ്ങൾക്ക് തമ്മിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. എൻട്രൻസ് കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. കുറച്ചധികം ദൂരം നമുക്ക് ഇതുപോലെ പോകാനായിട്ടുണ്ട്. നല്ല കിടിലനൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നിങ്ങളിത് കയറുന്നേക്കാളും മുൻപായിട്ട് ഈ റിസോർട്ടുകാർക്ക് വേറെ ഏതെങ്കിലും വണ്ടി താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കയറണം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റൊരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന ഒരു ഗ്യാപ്പാണ് നമുക്ക് ഈ വഴിക്കുള്ളൂ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തിയെന്ന്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ശിരുവാണിയിലുള്ള വൈൽഡ് വാടി എന്ന് പറഞ്ഞ റിസോർട്ട് എത്തിയിട്ടോ. ഇവിടെ നല്ല കിടിലൻ ക്ലൈമറ്റ് അല്ല, കിടിലൻ റിസോർട്ടാണ്. നല്ല ശാന്ത സമാധാനം, നല്ല ടോപ്പിലുള്ള റിസോർട്ടാണ് കേട്ടോ. ഇപ്പോൾ റിസോർട്ടിൻ്റെ ഫുൾ മൊത്തത്തിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളിന്നൊരു വർക്കിംഗ് ഡേ ആണ് വന്നേക്കുന്നത്, കാരണം വേറെ ആരുമില്ല. അപ്പോൾ ഇതാ നമ്മൾ ടോപ്പിലെത്തിയിട്ടുള്ള നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇത് ഒരു ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചോട് കൂടിയിട്ടുള്ള ടൈമിൽ വീഡിയോ ആണിത്. ഇപ്പോൾ ഇത്തിരി മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് കുറച്ച് ഗ്രീനറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഏരിയ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഓരോ വില്ലാസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 10ഓളം കുഞ്ഞു കോട്ടേജസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, നമ്മുടെ എല്ലാ പ്രാവശ്യത്തും പോലെ നിങ്ങൾ നല്ല പീസ് ആൻഡ് കാം ആയിട്ട് നിങ്ങൾക്ക് നല്ല പ്രൈവസിയോടുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ട്സാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത 2 റിസോർട്ടാണ് കേട്ടോ. അതും ഈ ഒരു 2 കോട്ടേജ് ആണ് കേട്ടോ. ഇത് രണ്ടെന്ന് പറയുന്നത് ഇതുപോലത്തെ ഓൾമോസ്റ്റ് ഒരു 5-6 ഉണ്ട് കേട്ടോ. ഈ ഒരു ലൈനിലായിട്ട് നമ്മൾ അടുത്ത 2 എടുത്തു. അപ്പോൾ നമുക്കിതിൻ്റെ അകം കാണാം. ഇതിൻ്റെ കോമ്പൗണ്ട് സറൗണ്ടിങ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. വീടാണ് കേട്ടോ. പ്രത്യേകത ഞാൻ നിങ്ങൾക്കിപ്പോൾ സൗണ്ട് തന്നെ ഞാൻ അവിടെ എടുത്തപ്പോൾ കേൾക്കാം. ഭയങ്കര വിൻഡിയാണ്. പിന്നെ ഇതാ നമുക്കൊരു അടിപൊളി ബെഡ്റൂമും ഉണ്ട്. ഇവിടെ കീട്ടിലൊരു വ്യൂ ഉണ്ട് കേട്ടോ. സെറ്റാണ് എൻ്റെ മോനെ. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ വ്യൂ കണ്ടുകൊണ്ട് ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഹായ് ഗൈസ്, നമുക്കിവിടെ ഒരു ബാൽക്കണി എടുത്തത് നമ്മുടെ അടുത്ത റൂമില്. നമ്മുടെ സംഘം തേജസ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, ഹായ്. എല്ലാ റൂമും എ സി റൂമാണ്. നമുക്ക് എക്സ്ട്രാ ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ട്, കുഞ്ഞ് മിനി കിച്ചൺ ഏരിയ പോലെ. അതിനകത്തൊരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം. പിന്നെ ഒരു വാഷ്റൂമും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോനെ. രാവിലെയൊക്കെ എണീക്കുന്നത് ഈ ഒരു വ്യൂവിലേക്കാണ് നമ്മൾ രാവിലെ നിൽക്കുന്നത്. രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഏതൊരു പ്രായക്കാർക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇവിടെ കുഞ്ഞ് പിള്ളേർക്കുള്ള പാർക്ക് ഉണ്ട്, കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞെ പിള്ളേർക്ക് വരാണെങ്കിൽ ഇവിടെ ഓടിക്കളിക്കാനും, വലിയ ആൾക്കാർക്ക് വരാണെങ്കിലും കണ്ടില്ലേ ഊഞ്ഞാലൊക്കെ ആടാനായാലും ഉള്ള എല്ലാവിധ സ്പേസും ഇവിടെ ഉണ്ട് കേട്ടോ.
നല്ല പ്രകൃതിയോട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ കറൻ്റ് നമ്മളിവിടെ വിളിച്ചപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് കാരണം കൊണ്ട് ഇത്തിരി പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വിൻ്റർ ആൻഡ് നമ്മുടെ മൺസൂൺ സീസൺ ആണ്. കാരണം അപ്പോൾ ഇവിടെ ഫുള്ളി നല്ല ഫോഗൊക്കെ ആയിട്ട് നല്ല കിടിലനാണ് കേട്ടോ. ആ ഒരു വിൻ്റർ മൺസൂൺ സീസണിലുള്ള കുറച്ച് ക്ലിപ്സ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ സൺസെറ്റിനും നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നേക്കുവാണേ. നമുക്ക് ടോപ്പിൽ കയറാൻ പറ്റും. അപ്പോൾ ടോപ്പിൽ നമുക്ക് സൺസെറ്റ് കാണാം. ഇവിടെ നിങ്ങൾ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് കാണാനായിട്ട് വേറൊരു സ്ഥലത്തേക്കൊന്നും പോകണ്ട കേട്ടോ. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല കിടിലനായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സൺറൈസ് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടെ സിപ്പ് ലൈനും പിന്നെ മറ്റേ സ്കൈ വാക്കിങ്ങും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. കോവിഡ് ടൈമിലായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ കോവിഡ് ആയപ്പോൾ ആൾക്കാരൊന്നും വരാണ്ടായി. പിന്നെ ഫ്ലഡും വന്ന് അങ്ങനെ ഇവിടെ യൂസ് അല്ലാണ്ടായി പോയി, അങ്ങനെ നശിച്ചു പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഏരിയ എന്ന് പറഞ്ഞത്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു ഏരിയ എന്ന് പറഞ്ഞത്. നമ്മൾ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ നൈസായിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടോ. ഇവിടെ നല്ല നല്ല വിൻഡും പെയ്യും നല്ലൊരു പ്ലേസാണ്. ഇവിടെ ഇൻഫിനിറ്റി പൂളിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിലായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും ആണ് അവർക്ക് ചെയ്യാനായിട്ടുള്ളൂ. കണ്ടില്ലേ, ആ ഒരു പോർഷനാണ് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അവർ ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും സൂൺ ഒരു സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അങ്ങനെ നമ്മളിതാ സൺസെറ്റും കണ്ടു കഴിഞ്ഞ് നേരെ നമ്മളൊരു ചായ കുടിക്കാനൊക്കെ വന്നിട്ടോ. പിന്നാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു കിച്ചണും ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇരുട്ടായി. പിന്നെ ഇവിടുത്തെ കണ്ടില്ലേ ചെടികളിലൊക്കെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല വേറൊരു ഭംഗിയാണ് രാത്രി ഈ ഒരു റിസോർട്ട് കാണാൻ വേണ്ടി. ഫുൾ ഈ ഒരു മല ബൾബ് കംപ്ലീറ്റ്ലി ട്രീസിലൊക്കെ ആക്കി നല്ലൊരു വേറൊരു ആംബിയൻസ് ആണ്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള പുറത്തേക്കുള്ള ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ആ ഒരു നമ്മുടെ മണ്ണാർക്കാട് ഏരിയയൊക്കെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു ലൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു നൈറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെ നമുക്ക് പാട്ടൊക്കെ വെച്ച് തകർക്കാനായിട്ട് നമുക്കുള്ളൊരു സ്പീക്കറൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഏരിയയിൽ നല്ല തകർത്ത് എൻജോയ് ചെയ്യാനും പറ്റിയൊരു പ്ലേസാണ്. ബാക്കി ഒറ്റൊരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. ജൂനും അടക്കം കണ്ടില്ല ഇടയിൽ, അവനടക്കം അവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു.
മോർണിംഗ് കഴിഞ്ഞിട്ടാ. മോർണിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രെയിമിൽ അവിടെ സൺറൈസാണ്. അപ്പോൾ ക്ലൈമറ്റ് തണുപ്പ് അങ്ങനെ കാര്യപ്പെട്ടിട്ടില്ല, നോർമലൊരു ടെമ്പറേച്ചർ തന്നെയാണ്. ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് സൺറൈസ് ഒക്കെ ആണ്. ബ്യൂട്ടിഫുൾ. കുറേ നേരം ഒരു 6 മണി തൊട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ബാൽക്കണിയിൽ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, ടൈം ലാപ്സ് ഒക്കെ വെച്ച്. അങ്ങനെ കുറേ നേരമായിട്ട് നമ്മുടെ സൂര്യൻ വന്നില്ല കേട്ടോ. നിങ്ങൾ ഗൂഗിളൊക്കെ എടുത്ത് സൺറൈസിൻ്റെ ടൈമൊക്കെ നോക്കിയപ്പോൾ 6:36 മുതൽ 6:42 വരെ എന്നൊക്കെ പറഞ്ഞു. ടൈമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചുമ്മാ ഞാനൊന്നും കൂടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ, നമ്മുടെ 10 കോട്ടേജസ് ആണ് ടോട്ടലി. അപ്പോൾ അതിൽ ഫസ്റ്റ് കോട്ടേജിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ വന്നപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് കണ്ടില്ലേ, കറക്റ്റ് പക്ക സൺറൈസ് കാണാൻ പറ്റിട്ടോ. അപ്പോൾ അതവിടെ സൺറൈസ് ഉണ്ട്, പക്ഷെ ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ച റിഫ്ലക്ഷൻ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സൺറൈസൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെയാണ്, ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. നമുക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോകാം, എല്ലാവരും അടുത്തേക്കൊക്കെ. തംബ്നെയിലൊക്കെ കണ്ട പോലെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ പ്രൈസ് അറിയാനായിരിക്കും. ഇവിടെ പെർ ഹെഡ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് 1000 rupees, ജസ്റ്റ് 1000 rupees ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടോട്ടലായിട്ട് പ്രോപ്പർട്ടി ഫുൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 35 മെമ്പേഴ്സിന് 35 പേർക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. പിന്നെ ഒരു കോട്ടേജിൽ 4 പേരാണ് അലൗഡ്. അപ്പോൾ ഒരു കോട്ടേജിന് 4000 രൂപ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചാർജ് വരുന്നത്. പക്ഷേ ഈ ചാർജ് ഒട്ടും അധികമല്ല. ഇത് എനിക്ക് ഒരുപാട് അഫോർഡബിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിക്കുന്നത്. കാരണം ഇവരുടെ ഫുഡായാലും നല്ല ഫുഡാണ്, ഇവരുടെ ആ ഒരു സർവീസ് ആയാലും എല്ലാം നല്ല അടിപൊളിയാണ്. റിസോർട്ടിൻ്റെ ആംബിയൻസ് ആയാലും അത്ര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരാട്ടോ. അങ്ങനെ സൺറൈസൊക്കെ കണ്ട് പതുക്കെ റൂമിലെത്തിയപ്പോഴേക്കും അമ്മ അച്ഛനും കൂടെ അവരെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ചായ ഉണ്ടാക്കല് തുടങ്ങി. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എവിടെ പോയാലും നമ്മളൊരു ചായ നമ്മുടെ ഈ ഒരു പോർട്ടബിൾ സ്റ്റൗവിൽ ഉണ്ടാക്കലൊരു പതിവാണ്. അങ്ങനെ ഇവിടെയും നമ്മൾ ആ പതിവ് തെറ്റിച്ചില്ല. ഇവിടെയും നമ്മൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അമ്മ സ്പെഷ്യൽ ചായ, ഞങ്ങൾ മായമ്മ സ്പെഷ്യൽ ചായ എന്ന് പറയും. Okay, cheers. Yes. Good morning. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ചിയേഴ്സൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കുറേ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തൊക്കെ ഒരു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു വേറൊരു സ്ഥലത്ത് വന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എല്ലാം റെഡി ആയിട്ടോ. നമ്മൾ റെഡിയായി സെറ്റായി. ഇനി നമ്മൾ ശിർവാണി അഗെയിൻ ഒന്ന് ഫോറസ്റ്റിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ജുനു പാപ്പം. ഹലോ ഹലോ പത്തിനൊരു ഉമ്മ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഇനി ശിർവാണിയിലുള്ള അടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പോണ വഴിക്ക് ഇതൊരു ഡെപ്താട്ടോ. ഇത് നമ്മുടെ റൂട്ടാണ് വൈൽഡ് വാടിക്കുള്ളത്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ് ഇവിടെ ശരിക്കും കൊക്കയാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു പ്ലേസിൽ സ്റ്റേ ചെയ്യാൻ വന്നത്. കാരണം ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ അമ്പൂളിയിലും എന്നൊരു പ്ലേസ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടെ റൂം കിട്ടാണ്ടായപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ബെറ്റർ ഓപ്ഷൻ നോക്കിയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത്.
ഓക്കെ, അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റേയും നല്ല അടിപൊളി മെമ്മറീസൊക്കെ തന്നു. ഇനി നമ്മൾ ഒരിക്കൽ എന്തായാലും ഒരു മഴ സമയത്ത് ഇവിടേക്ക് വരും എന്നുള്ളൊരു വാക്കും കൊടുത്തിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളായിട്ട് കാണും വരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.